I would like to request all the teachers to get ready for Teacher's Song. അന്നത്തെ പ്രമുഖ ക്രൈസ്തവ സഭകളും സമൂഹത്തിലെ പ്രമാണിമാരും അവരെ അടിച്ചമർത്തിയും അവഗണിച്ചും മുന്നോട്ടു പോയെങ്കിലും അവരുടെ വിശ്വാസ ജീവിതവും പ്രാർത്ഥനയും അവർ വിലമതിച്ചിരുന്നു. 75 വർഷങ്ങൾക്ക് പിന്നിലെ മലയാളക്കരയിലെ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വെറുക്കപ്പെട്ടവരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും അധകൃതരുടെയും കൂട്ടമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അന്നത്തെ പ്രമുഖ ക്രൈസ്തവ സഭകളും സമൂഹത്തിലെ പ്രമാണിമാരും അവരെ അടിച്ചമർത്തിയും അവഗണിച്ചും മുന്നോട്ടു പോയെങ്കിലും അവരുടെ വിശ്വാസ ജീവിതവും പ്രാർത്ഥനയും അവർ വിലമതിച്ചിരുന്നു. 1960-70 കാലഘട്ടങ്ങളിലെ വിദേശ രാജ്യത്തേക്കുള്ള കുടിയേറ്റം നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പട്ടികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിലെയും പ്രാർത്ഥനയിലെയും അപകടം തിരിച്ചറിഞ്ഞ പിശാചിൻ്റെ വലിയ തന്ത്രവും ഇതിൻ്റെ പിന്നിലുള്ളത് നാം മനഃപൂർവ്വം മറന്നു. ഡോളറിൻ്റെയും ദിർഹത്തിൻ്റെയും ദിനാറിൻ്റെയും ഒഴുക്ക് കേരളത്തിലെ പെന്തക്കോസ്ത് ഭവനങ്ങളിലെ പട്ടിണി മാറ്റുന്നതിനോടൊപ്പം വിശ്വാസ ജീവിതം എടാ പിള്ളേരെ പ്രാർത്ഥിക്കാൻ വാടാ. പിന്നെ മറ്റേ ഓടി വർക്കില്ലേ സീൻ 2 കഴിയുമ്പോൾ സീൻ 1 കഴിയുമ്പോൾ അങ്ങോട്ട് മാറിയിരിക്കടാ നീ. ആഹാ നീ അന്ന് ഇങ്ങോട്ട് കയറിയിരിക്കടാ നീ. അയ്യടാ ഇരിക്കാൻ പറ്റിയ ഒരു മടി. നീ അതിൽ പോയി കുളിച്ചിട്ട് വാ, പല്ലും തേക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെങ്കിലും ഒന്ന് അടി കൂടാതിരിക്കുക. ദൈവസന്നിധിയാണെന്ന് ബോധം വേണം. എപ്പോൾ നോക്കിയാലും വഴക്ക. എന്തുവാ ഇത്? എന്നാ ബാ മക്കളെ, നമുക്കൊരു പാട്ട് പാടാം. എടി മോളെ, ഒരു പാട്ടെടുക്ക. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോ ഞാൻ നിൻ സുതനെ പോലെ. നിൻഹിതം ചെയ്തോ മോളെ, സങ്കീർത്തനം 121 വായിക്കുക. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷം തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ആമേൻ. മക്കളെ, നമ്മുടെ ഭവനത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് എല്ലാം കാരണം നമ്മൾ അവനെങ്കിലേക്ക് നോക്കിയോണ്ട് മാത്രമാണ്. അവരെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവർ മുഖം ലജ്ജിച്ചു പോവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല.
നമ്മളെ ഇതുവരെയും ദൈവം കാത്തു, നമ്മളെ പരിപാലിച്ചു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നു. അതെന്താ? നമ്മൾ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് മാത്രമാണ്. ഇനിയും നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവനിലേക്ക് നോക്കി മാത്രം, യേശുവിലേക്ക് നോക്കി മാത്രം വേണം നിങ്ങൾ പോവാൻ. നാബാ നമുക്കൊരു പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു. ഞങ്ങളെ ഇതുവരെയും സൂക്ഷിച്ചു, ഞങ്ങളെ കാത്തു, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നൽകിയതിനായി നന്ദി. ദൈവമേ, കുടുംബമായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരവസരം തന്നതിനായി നന്ദി. എൻ്റെ പിള്ളേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത് മക്കളെ എല്ലാവരെയും പേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, കാക്കണമേ, പരിപാലിക്കണമേ, അവരെ സൂക്ഷിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്ത് പറ്റി? കൈ എങ്ങനെ മുറിഞ്ഞത്? എന്നാ പറയാനാടി, ഇന്ന് ചാത്തനും നാരായണിയും വന്നില്ല. ഞാൻ മാത്രമുള്ളായിരുന്നു പണിക്ക്. എന്നാ പിന്നെ നിങ്ങൾക്ക് എന്നെയും കൂടെ വിളിക്കാൻ മേലായിരുന്നു. എനിക്കിന്ന് സോദരി സമാജത്തിന് പോകണ്ടായിരുന്നു, അതാ വിളിക്കാഞ്ഞ്. എന്നാലും നിങ്ങളുടെ കൈ. മോനെ, സാരമില്ല, യഹോവ റാഫ, അവൻ അവിടുന്ന് അവൻ്റെ സൗഖ്യം നൽകും. ഇടി മോളെ, നീ ഇത്തിരി വെളിച്ചെണ്ണ എടുത്തോണ്ട് വാ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഒന്നും കൂടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു. അങ്ങയുടെ വചനം പറയുന്ന പോലെ എണ്ണ പൂശി പ്രാർത്ഥിച്ചാൽ അങ്ങ് സൗഖ്യം നൽകും എന്ന് ഞങ്ങൾ വായിക്കുന്നു. അതുപോലെ ദൈവമേ, ഈ എണ്ണയൊന്ന് ശുദ്ധീകരിക്കണമേ. ഇതെൻ്റെ മോന് ഒരു സൗഖ്യമായി തീരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാരമില്ല മോനെ, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും കർത്താവ് സൗഖ്യം തരും. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നാണല്ലോ വേദപുസ്തകം പറയുന്നത്. മോൻ പോയി വിശ്രമിക്കുക. അടുത്തെന്താ പ്ലാൻ? ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പോകണം. അതിനെന്തോ ചെലവ് വരും? സാരമില്ല മോനെ, യഹോവ ഈരെ, അവൻ കരുതിക്കൊള്ളും. നാളെക്കുറിച്ച് നീ വിചാരപ്പെടേണ്ട. എൻ്റെ ദൈവം വിശ്വസ്തൻ. യഹോവ ഈരെ, ഇതുവരെയും എൻ്റെ ദൈവം ഒന്നിനും മുട്ടുവരുത്തിയിട്ടില്ല. ഇതും എൻ്റെ ദൈവം നടത്തും. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്ന് ഫിലിപ്പിയർ 4:6 പറയുന്നു. അതുപോലെ മത്തായി 6 നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞത് മറക്കണ്ട. എൻ്റെ ദൈവം വിശ്വസ്തൻ, അവൻ അവൾക്കായി ഒരു വഴിയൊരുക്കും. ഇന്ന് വരെ എൻ്റെ ദൈവം ഒന്നിനും മുട്ടുവരുത്തിയിട്ടില്ല. ഇതും ദൈവം നടത്തും. ആമേൻ. ആമേൻ. സുഖവാസത്തിൽ കാലം മാറി കാലം മാറി, കഥയും മാറി, പട്ടിണി മാറി, നിന്ന മാറി. ഇന്ന് മക്കളെല്ലാം അമേരിക്കയിലാണ്. അപ്പനും അമ്മയും സുഖവാസത്തിൽ അമേരിക്കയിലെത്തിയിരിക്കുന്നു. എടി അന്നമ്മേ, നീ ഇത് എവിടെയാടി ഇത്? ദേ മനുഷ്യ, ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അന്നമ്മ കിന്നമ്മ ഒന്ന് എന്നെ വിളിച്ചേക്കരുത്. വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത അപ്പനമ്മയും വിളിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നാണമില്ലേ? ഡോണ്ട് യു ഫീൽ അഷെയിംഡ്? കോൾ മീ ആൻ. ദേ, എൻ്റെ അപ്പനമ്മ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, അവരെവിടെയെങ്കിലും ഒക്കെ കിടന്നുറങ്ങട്ടെ. എന്താ മോളെ ഒരു ശബ്ദം? ബെഡ് കോഫി ഇല്ലായോ? പിന്നെ പൈപ്പ് വെള്ളം മാക്കെന്ന് കുടിച്ച പാർട്ടിയാ ഇപ്പൊ ബെഡ് കോഫി. എടി, നിനക്ക് സഭായത്തിൽ നിന്നും പോണ്ടേ? എടാ പിള്ളാരെ, ലൂയി, ലായി, ലിയ, നിനക്ക് സൺഡേ സ്കൂളിൽ പോണ്ടേ? വാടാ ഇങ്ങോട്ട്. കഴിഞ്ഞ ആഴ്ച എന്നോട് സൺഡേ സ്കൂൾ ടീച്ചർ ആകുമോന്ന് ചോദിച്ചായിരുന്നു. ബെസ്റ്റ് കണ്ടാലും മതി. ആ പിള്ളേരുടെ കാര്യമാ അതോ ഗതി. നിന്നോടൊക്കെ ഏത് വകതിരിവില്ലാത്തവനോടാ ചോദിച്ചത്? നിന്നോടൊക്കെ ചോദിക്കാൻ തോന്നിയല്ലോടാ. ആദ്യമേ
എൻ്റെ മോനേശുവിൻ്റെ അമ്മേരെ പോയി പഠിക്കും, എന്നിട്ട് നമുക്ക് പാപ്പിക്കാം കേട്ടോ. അതെന്താ എൻ്റെ മോന് കുറവ്? അവൻ മിടുക്കനാ. ഭയങ്കര മിടുക്കനാ. മിടുക്ക് വേറെ പലതിന് വാ. എന്താടാ നിനക്ക് രുചിച്ചില്ലേ? ആ അമ്മയും അപ്പച്ചനും അമ്മച്ചിയും പുന്നരിച്ചോ ഒടുവിൽ അനുഭവിക്കും നീയൊക്കെ. നിങ്ങൾക്ക് അസൂയ. നിങ്ങൾക്ക് ആയ കാലത്ത് മോഡേൺ ആയിട്ട് നടക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഒക്കെയാ. എൻ്റെ മോൻ കുറച്ച് മോഡേണാ എന്നെ പോലെ. അവൻ പറയുന്നത് അവൻ ജീസസ് ആകാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ടാ മുടി നീട്ടി വളർത്തുന്നത്. ആ അമ്മയും മോനെയും കോലം കെട്ടി നടന്നോ, ഇനി ഞാനങ്ങ് പോവും. ഓ പോയ തന്നെ. ഡാഡ് പോവാണെങ്കിൽ ഞാൻ ഡാഡിസിനൊപ്പം വന്നോട്ടെ. ഡാഡിന്റെ സ്ഥലമില്ല, ഞാൻ ഡാഡിന്റെ പാൻറ് തൂങ്ങി നിന്നോളാം. ഡാഡ് ഞാൻ റെഡി. എന്നെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോകാമോ? വാ മക്കളെ നമുക്ക് പോവാം. നിങ്ങളങ്ങ് പോയിക്ക, ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ വന്നോളാം. വാ മക്കളെ. ചെക്ക് ചെക്ക്. ഇവിടെ ഒരു മിനിറ്റ്. കൈ ഹലോ. അയ്യോ എന്റെ കാല്. എടാ സായിപ്പേ, ആ നിലവിളി ശബ്ദം ഒന്നിടോ, ഞാനിപ്പോ സാകുമേ. അയ്യോ എന്റെ കാല്. എടി എന്താടി അവിടെ പറ്റിയേ? അയ്യോ അച്ഛാ, അത് അപ്പനാ. അപ്പന്റെ കാലൊക്കെ ഒടിഞ്ഞു. അയ്യോ എന്റെ കാല്. ലൂയി ആ വണ്ടി ഓടിച്ചിരുന്നത്. അവൻ ബ്രിഡ്ജിന്റെ താഴത്തെ പില്ലർ കണ്ടില്ലെന്നാ പറയുന്നത്. ആരുടെ അവിടെ നിലവിളിക്കുന്നത്? അത് അപ്പനാ. അപ്പന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞു. അപ്പനാ ഫ്രണ്ടിൽ കയറി ഇരുന്ന്. ലൂയിയുടെ കൈയും കാലും പൊട്ടിയെന്നാ തോന്നുന്നത്. അപ്പൊ നിങ്ങൾ എവിടാ? ഞാൻ അങ്ങോട്ട് വരാം. ലിറ്റിൽ ഫ്ലവറാ. ഞാൻ പാസ്റ്ററെ കൂടെ അങ്ങോട്ട് വരാം. പാസ്റ്ററെ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, വാ ഞാൻ പോകുന്ന വഴി പറയാം. വാ. അയ്യോ ഡോക്ടറെ, ഒന്ന് വേഗം വായോ, എന്റെ കാലൊടിഞ്ഞ്. ഡോക്ടറെ എന്റെ കാല്. അയ്യോ ഡോക്ടറെ വേഗം വാ ഡോക്ടറെ. എങ്ങാനും ഒരു പഞ്ഞി എങ്ങാനും കേട്ടില്ല, അങ്ങനെ എങ്ങനെ ഇത് അടങ്ങട്ടെ. നോക്കുവാണോ മോനെ? ഡോക്ടറെ മറ്റേ കാല് ഡോക്ടറെ. അയ്യോ ഡോക്ടറെ ഡോക്ടറെ, ഞാൻ ഇപ്പൊ ഡോക്ടറെ എന്റെ കാല്. ഡോക്ടറെ എന്റെ കാല്. ഡോക്ടറെ ഡോക്ടറെ എന്റെ കാല്. ഡോക്ടറെ ഞാൻ കാലൊടിഞ്ഞ്. ഡോക്ടറെ എന്റെ കാല്. ഡോക്ടറെ ഡോക്ടറെ
എടാ എന്താണ് ഇവിടെ പറ്റിയത്? ഞാൻ ആ പില്ലർ കണ്ടില്ല. ഇവൻ അറിഞ്ഞോണ്ട ഇവൻ എന്നെ കൊല്ലാൻ നോക്കിയതാ. അയ്യോ എന്റെ കാലേ. അവനൊന്ന് മിണ്ടായിരുന്ന്, അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. എന്നാ ചേച്ചി എന്നാ പറ്റി? ഇവർക്ക് മാത്രമേ പരിക്കുള്ളൂ? എടി നിനക്കൊന്നും മതിയല്ലേ ഇവനൊക്കെ താങ്ങി സംസാരിച്ച്? രാവിലെ വലുത് മരിച്ച് കയറ്റി കാണും. എന്താ ചാവിച്ചോണ്ടിരിക്കുന്നത്? എന്തോടാ ഇത്? എടാ ബ്രോ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാൻ കേട്ടോ നീ ഡെഡായെന്ന്. താങ്ക് ജീസസ്, നീ രക്ഷപ്പെട്ടല്ലോ. ബ്രോ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ മതി, പടമായനി. ഇവൻ ഞങ്ങളുടെ പുക കണ്ടേ അടങ്ങൂ. സാരമില്ല, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. കർത്താവിന്റെ ദൈവം ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അവസാനിച്ചത്. മോനെ, നിന്നെ ഞാൻ പല പ്രാവശ്യം സംസാരിക്കാൻ വിളിച്ചിട്ടുണ്ട്. നീ അന്നെല്ലാം ഒഴിഞ്ഞു മാറി. അച്ചായൻ പറഞ്ഞ പോലെ മോൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ അത് മിഠായി രൂപത്തിലാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞത് പോരാതെ വരും. മോനെ, നീ ഇങ്ങനെ നടക്കേണ്ടവനാണ്. മോന്റെ വലിയ പ്രശ്നം മോൻ കണ്ടിട്ടുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. മോനെ പാസ്റ്റർ വിൽസൺ ജോസഫിനെ അറിയാമോ? അദ്ദേഹത്തിന്റെ പിതാവ് പാസ്റ്റർ VT ജോസഫിന്റെ ഒരുമിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് അപ്പച്ചൻ. അക്കാലത്തെ പേരുകേട്ട ഒരു വലിയ ദൈവമനുഷ്യൻ. സുവിശേഷ ജീവിതം എന്തുകൊണ്ട് നീ അപ്പച്ചനോട് ചോദിച്ചാൽ മതി. ഇപ്പൊ അപ്പച്ചനും അതൊക്കെ മറന്നു. സമ്പത്ത് നമ്മെ മുഴുവനായി മാറ്റിമറിച്ചു. മോനെ, നമ്മൾ എത്ര കോലം കെട്ടിയാലും സായ്പാകത്തില്ല. നമുക്ക് നമ്മുടേതായ വിശ്വാസവും സംസ്കാരവും ഉണ്ട്. അത് മറന്നുകൊണ്ടുള്ള യാത്ര അപകടത്തിലേക്ക് ചെന്ന് അവസാനിക്കും. ദൈവം മോനെ രക്ഷിച്ചുകൊണ്ടാണ് ഇത്രയും കൊണ്ട് അവസാനിച്ചത്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാണ്. ഇനിയും മറുതലിച്ചാൽ ദൈവം വിടുവിച്ചെന്ന് വരികയില്ല. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് മനം തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരിക. മോനെ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. അവനെ അറിഞ്ഞിരിക്കുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. സത്യം അവനിലില്ല. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും മരുത്ത്. അതുകൊണ്ട് മോനെ, ദൈവത്തിൻ്റെ കൽപ്പനയാണ് സ്നാനം. അതുകൊണ്ട് മോൻ എത്രയും വേഗം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. പിന്നെ അമ്മാമ്മേ, സമ്പത്ത് എന്ന് നിലനിൽക്കുകയില്ല. ഒരു ചെറിയ പനി മതി സമ്പത്ത് മുഴുവൻ തീരാൻ. അതുകൊണ്ട് ദൈവം വിടുവിച്ചതോർത്ത് മഹത്വപ്പെടുത്തിയ ജീവിതം മുന്നോട്ട് നയിക്കാം. പാസ്റ്റർ, പാസ്റ്റർ എങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ അതെനിക്ക് പാസ്റ്ററിനെ ഒന്ന് കാണണം. എനിക്ക് സ്നാനപ്പെടണം. ഗോഡ് ബ്ലെസ് യു. അയ്യോ എന്റെ കാലേ. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. സഭായോഗം തുടങ്ങാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ ഓർക്കാം. അയ്യോ എന്റെ കാലേ. അയ്യോ എന്റെ കാലൊടിഞ്ഞ്. ഒന്ന് മിണ്ടായിരി അപ്പ. എന്റെ കാലേ. അപ്പച്ച പോയിട്ട് വരാം. അയ്യോ എന്റെ കാലേ. നന്ദി, നമസ്കാരം. മലയാളക്കരയിലെ വെറുക്കപ്പെട്ടവരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും അധകൃതരുടെയും കൂട്ടമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അന്നത്തെ പ്രമുഖ ക്രൈസ്തവ സഭകളും സമൂഹത്തിലെ പ്രമാണിമാരും അവരെ I think they deserve one more round of applause. That was a beautiful performance. Special thanks to the teachers in charge, Brother Abu Verghese, Sister Jaya, Brother Manoj, and Sister Nancy. And special thanks to Brother Anto Alex, who is responsible for the script, direction, and absolutely everything in between. So now, we have seen the students, we have seen the skits, and we have seen the prizes. But behind every student on this stage stands a dedicated teacher who has invested hours on preparation.
It is a rare treat to have them all on stage together. We invite our dear Sunday school teachers to come forward and lead us in a special song of worship.